ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് റീൽസ് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി എഴുന്നേൽക്കുമ്പം ഒരുപാട് റീൽസ് കാണുന്ന ഒരാളാണ്. അപ്പം തന്നെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, എന്തോരം കാര്യങ്ങളാണല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ഇന്ന് ചെയ്യാതെ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു ബി മോഹൻ ആൻഡ് വെൽക്കം ടു റോമൻ റിയാക്ട് വിത്ത് എൻതെക്സ് വിജയ്. സോ ഗൈസ്, നമുക്ക് എന്തായാലും അധികം വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ റീൽ എന്ന് പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് പറയണ്ടേ എന്നുള്ളത് ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് ഞാൻ പറയത്തില്ല, ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നത് വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഏത് വരെ വേണമെങ്കിലും പോകും എന്നുള്ളത് നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലേ. അത് ജനറേഷൻ വൈസ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ ജെൻസി ആയാലും ഇതിന് മുമ്പുള്ള മില്ലേനിയൽസ് ആയാലും നമ്മൾ വൈറൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും കാണിച്ചു കൂട്ടാറുണ്ടല്ലേ. അപ്പം അതുപോലെ ഒരു കാണിച്ചു കൂട്ടലായിട്ടാണ് എനിക്ക് ഈ ഒരു റീലിനെ തോന്നുന്നത്. നമ്മുടെ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ ടിൻഡർ ഡേറ്റിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് ആ കുട്ടി ആ ഒരു റീൽ ഇട്ടത്. ഇതിന് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പാർട്ടുകളായിട്ടൊക്കെയാണ് നമുക്ക് ഇട്ട് തന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും അധികമൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം പറ്റത്തില്ലാത്ത കാരണം അത്രത്തോളം ജാസ്തിയാണ്. നമുക്ക് എന്തായാലും നേരെ റീലിലേക്ക് കിടക്കാം. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആള് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിങ് ടെസ്റ്റ് ആണ് ആൻഡ് ഓഫ്കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു ആൾ, അതും പാസ്സായി. ടെസ്റ്റ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ്കോഴ്സ് ഹീസ് എ മാൻ വിത്ത് 0 ഈഗോ. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കാലിൽ ചെരുപ്പ് ഒന്ന് കറക്റ്റായിട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിൽ ഈഗോ ടെസ്റ്റ് പാസ്സാകാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഹി മേ ബി ആക്ടിങ്. അതെങ്ങനെയല്ലേ നമ്മളൊരു എന്തായാലും നമുക്ക് ബാക്കിയും കൂടി കണ്ടുനോക്കാം. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോൾ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി ആള് ഫുൾ ടൈം 2 കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്തത്. പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. ഓഫ്കോഴ്സ് ആളെന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. ഞാൻ അതൊന്നല്ല മനസ്സിലാക്കുന്നത്, ഇത്രത്തോളം ടെസ്റ്റുകളൊക്കെ ഉണ്ടോന്ന്. ഒരു ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ടെസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അതായത് ഒരു ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ഫസ്റ്റ് ഡേറ്റിൽ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ ചേച്ചി എന്തായാലും അത് കാണിച്ചു തരുന്നുണ്ട്. ഇത് ഇത്രയും ടെസ്റ്റുകൾ പാസ്സായാൽ മതി കേട്ടോ, ഇത് ഗ്രീൻ ഫ്ലാഗ് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. ഇത് നമ്മൾ രാവിലെ തൊട്ട് ഈ ആഫ്റ്റർനൂൺ വരെയുള്ളതാണ്. അടുത്ത പാർട്ടിൽ ആൾ എനിക്കൊരു സർപ്രൈസ് തരുന്നതുണ്ട്. ഓൾ ടുഗദർ പാർട്ട് 1 അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഇനി പാർട്ട് 2 നിങ്ങൾ കണ്ടുവെക്കൂ. ഇനി പാർട്ട് 2 കാണണോ? വേണ്ട അല്ലേ. നമുക്കെന്തായാലും ഇതൊക്കെ തന്നെ ഒന്നൊന്ന് പറയാം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം ഇതിനെ കുറിച്ചിട്ട്. അതായത് നമ്മളൊരു ഡേറ്റിന് പോകുന്ന സമയത്ത് നമ്മൾ ഇത്രത്തോളം ടെസ്റ്റുകളൊക്കെ പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണോ എന്ന് അനലൈസ് ചെയ്യാന്ന് പറയുന്നത് എനിക്കത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. പക്ഷേ ഇത് കാണിച്ചു കൂട്ടലായിട്ട് തന്നെയാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. നമുക്കെന്തായാലും ഈ കുട്ടി ഇത് എന്താ പറയുക, ബോയ് ഫ്രണ്ട് ടെസ്റ്റ് നടത്തിയല്ലോ, ഗ്രീൻ ഫ്ലാഗ് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ. ഇനി ഈ സെയിം ചെറുക്കൻ പാരലലി ഈ കുട്ടീനെ വെച്ചിട്ട് ഒരു ഗേൾ ഫ്രണ്ട് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. കാരണം അതും കൂടി കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആക്ച്വലി ഇത് പ്ലാൻഡ് ആണോ അതോ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി റീലിട്ടതാണോ എന്നുള്ളതും നമുക്ക് എന്തായാലും നോക്കാം. കൊച്ചിയിലെ ഡേറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങനെ ചെലവ് ചുരുക്കാന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നമുക്ക് മെയിനായിട്ട് ചെലവ് വരുന്നത് ഫുഡിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് വരാൻ. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെലവ് കുറയ്ക്കാം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കഴിച്ചു. നന്നായിട്ടുണ്ട്. ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും മുട്ടയാണ് കഴിക്കുന്നത്.
ഇത് ബ്രെഡും അതേപോലെ മുട്ടക്കറിയുമാണ്. ഞാൻ വിചാരിച്ചത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചെലവ് ഞങ്ങൾ ചുരുക്കി. ഞാൻ നോർമലി 4 മുട്ടയാണ് രാവിലെ കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിശപ്പ് മാറിയില്ല. ഞാൻ അതുകൊണ്ട് ഒരു പഴവും കൂടെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ മെട്രോ കയറി പോയത് ലുലു മാളിലേക്കാണ്. അവിടെ ആണെങ്കിൽ നമുക്ക് കാമായിട്ടിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അതങ്ങനെ കറങ്ങി നടക്കാനും സ്ഥലമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി കറങ്ങി അടിച്ചാണ്. ട്രാവൽ ചെയ്യാനായിട്ട് മാക്സിമം മെട്രോ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള സംഗതി. ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് ലാഭം പിടിക്കാൻ പറ്റി. കാരണം എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവൾ വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് റൈസും അതേപോലെ സാമ്പാറുമാണ്. നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ദാരിദ്ര്യ കണക്കാണല്ലോ പറയുന്നത്. എങ്ങനെ ലാഭം ഉണ്ടാക്കാം, എങ്ങനെ ചെലവ് കുറയ്ക്കാം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു ഡേറ്റിന് പോവാനില്ലടേ, കുറച്ചൊന്ന് ഏത് എന്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്കത്തെ ഫുഡ് ലാഭം പിടിച്ചിട്ട് രാത്രി നല്ല ഹെവി ആയിട്ട് നല്ല റെസ്റ്റോറന്റിൽ പോയി കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി പോയ കടയാണ് കുബാവ. അവിടെ ആണെങ്കിൽ നല്ല മന്തി കിട്ടുമെന്ന് പറഞ്ഞാണ് പോയത്. ഞങ്ങൾ മേടിച്ചത് ബീഫ് മന്തിയാണ്. എന്റെ പൊന്നു ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബീഫിന്റെ കുഴിമന്തി കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ബീഫ് ഭയങ്കര സോഫ്റ്റും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റുന്നത് നമ്മളെ അറിയുന്ന, നമ്മളെ കുറച്ച് മനസ്സിലാക്കുന്ന ഒരാളുമായിട്ട് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാത്തവരോടല്ല ഇങ്ങനെ ലാഭം പിടിക്കാൻ പറ്റത്തില്ല. സോ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ വേറൊന്നും വിചാരിക്കരുത്. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ. ടോട്ടൽ ചെലവായത് 881 രൂപ. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ വളരെ യാദൃശ്ചികമായിട്ടല്ല ഇവർ ഈ 2 റീൽസ് ചെയ്തത് എന്ന് പറയാനാണ്. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരും വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, എന്നാൽ പിന്നെ കുറച്ച് വൈറൽ ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പാർട്ട് 2 പാർട്ട് 3 ഒക്കെ വളരെ ക്രിഞ്ചാണ്. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ വൺ ക്രിഞ്ചാണ്. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ വെക്കുന്നില്ല, കാരണം അത്രത്തോളം ക്രിഞ്ചാണ്. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഒരു കൂട്ടം ആൾക്കാരെ വളരെ ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നില്ല. കാരണം ഇത് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ഇതുപോലുള്ള റീൽസ് ഒക്കെ ഇട്ടിട്ട് വൈറലാകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അവരുടെ കോണ്ടന്റ് ആണല്ലോ. ഈ ഒരു വീഡിയോനെ കൊണ്ട് അവർ എന്ത് ഉദ്ദേശമൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേറ്റിലല്ല നമുക്ക് ഒരിക്കലും ഒരാളെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ എക്സ്പീരിയൻസും കൂടി വെച്ചിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. സോ നമ്മുടെ AMMA എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയിൽ ഇപ്പം കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയങ്ക ചേച്ചി നമ്മുടെ ടിനിനെ വെട്ടിക്കീറാൻ സമ്മതിക്കില്ല എന്ന് ശപഥം ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പുള്ളിക്കാരി എന്താ പറയുക, ഈ ബോധം വെളിച്ചും ഉദിക്കാത്ത ഒരാളെ പോലെയാണ് എനിക്ക് ഈ പ്രിയങ്കയുടെ ഈ വർത്തമാനം കണ്ടപ്പോൾ തോന്നിയത്. ആക്ച്വലി പറയാലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഏകദേശം എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത്. പക്ഷെ ടിനിയെ വെട്ടിക്കീറാനോ ടിനിയെ കീറി മുറിക്കാനോ സമ്മതിക്കില്ല എന്ന് പറയണ ഈ പ്രിയങ്ക ചേച്ചി കുറച്ച് അപ്പുറത്തെ സൈഡും കൂടി കേൾക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വെളിവില്ലാണ്ട് സംസാരിക്കുന്ന പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത്. നമുക്ക് എന്തായാലും പുള്ളിക്കാരി എന്താ പറഞ്ഞതെന്ന് നോക്കാം കേട്ടോ. വളരെ വൈകാരികമായിട്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. ഈ ഫീൽഡ് ഔട്ടൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈം ലൈറ്റിൽ നിൽക്കൂ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് പുള്ളിക്കാരി എന്താണ് പറയണതെന്ന് നമുക്ക് നോക്കാം. ഇവിടെയുണ്ട് ആൾക്കാര്, ഇവിടെ സംസാരിക്കണം. ശ്വേതാൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ നോക്കൂത്തിയായിട്ട് ഇരുത്തിയേക്കണല്ല, ഒരു പ്രസിഡന്റ് ആണ്. ശ്വേതയോട് സംസാരിക്കണം, സംസാരിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സംസാരിച്ചതിന് ശേഷമാണോ നിങ്ങളുടെ ഒരു നടപടി? അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരില്ലേ? ഉരുളുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. ആണോ ഉരുളുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആള് ഇടയ്ക്കൊന്നും ഉരുളുന്നുണ്ട് കേട്ടോ. ശ്വേതാമേനോട് അങ്ങനെ പറയട്ടെ, ഞങ്ങളൊക്കെ അറിയട്ടെ, ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തട്ടെ. ഞങ്ങളൊക്കെ അംഗങ്ങളല്ലേ. ഞങ്ങൾ അറിയാതെ ഇവിടെ എന്താ നടക്കുന്നത് ഇതൊക്കെ പറയട്ടെ, ഞങ്ങളടുത്ത് പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞാണ്, വെളിവ് ഇല്ല, ലവലേശം ഇല്ല. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്ന വാർത്തയിലാണ്. ഞങ്ങൾ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിയേണ്ടത് നിങ്ങൾ പറയുമ്പോ ശരി, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാത്രം പറയുന്നതിന്റെ അർത്ഥം എന്തുണ്ട്? എന്നാ പിന്നെ ഇവരുടെ പേരെന്താ പറയാത്തത്? അതാണ് പ്രശ്നം. ഈ ചേച്ചിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണെന്ന് തോന്നുന്നു. ടിനി ടോമിനെ മാത്രം പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. എന്താ അല്ലേ? ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ത് വാർത്തയിൽ പറയാത്തത്? ഞങ്ങൾ കണ്ടില്ലല്ലോ ഒരു വാർത്തയിലും പറയണത്. ഇവിടെ കൊടുത്തിരുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ട വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. ടിനിയെ മാത്രമേ ഞാൻ പറഞ്ഞ കേട്ടിട്ടുള്ളൂ. വേറെ ഇവിടെ അമ്മയിൽ കൊടുത്തിരുന്നൊന്നും ഇതുപോലെ പ്രശ്നം ഉണ്ടായതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ വ്യക്തിപരമായിട്ട് ഒരാളെ അങ്ങനെ കീറി മുറിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ അംഗങ്ങൾ ടിനിയുടെ കൂടെ തന്നെ ഞങ്ങൾ ശക്തിയായിട്ട് നിൽക്കും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അങ്ങനെ കൂടെ തന്നെ ഞങ്ങൾ ശക്തിയായിട്ട് നിൽക്കും.
നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുദോഷം കേട്ടിട്ടുണ്ടോ വെച്ചാൽ നല്ല രീതിയിൽ പേരുദോഷം കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം അതിനിടയ്ക്കാണ് നമ്മുടെ അൻസിബ ഈ അടുത്ത് ഒരു കംപ്ലൈൻറ്റുമായിട്ട് വരുന്നതും അവർക്ക് ജസ്റ്റിസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പുറം ലോകമായിട്ട് അവരത് ഷെയർ ചെയ്യുകയും ചെയ്തത്. ഒരു പരിധി വരെ എല്ലാ ആൾക്കാരും അൻസിബയുടെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം അവർ ആ ഒരു സംഘടനയിൽ നേരിട്ട പ്രശ്നങ്ങളൊക്കെ അവർ വിളിച്ചു പറഞ്ഞ സമയത്തും, അതായത് ഇവർ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ പ്രിയങ്ക പറഞ്ഞതിനോടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടിനിയെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ഉള്ളിൽ തന്നെ തീർക്കാവുന്ന പ്രശ്നമാണെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അൻസിബയുടെ ആ ഒരു പ്രശ്നം നിങ്ങൾ ഉള്ളിൽ തന്നെ തീർത്തില്ല? അതേ ഒരു ചോദ്യമുള്ളൂ. ടിനിയെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ അപ്പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നത് അൻസിബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ രണ്ട് സൈഡും കൂടി നോക്കിയിട്ട് വേണ്ടേ കൂടെ നിൽക്കാൻ? ഈ പുള്ളിക്കാരിന്റെ പഴയ റീൽസൊക്കെ കാണണം, അതായത് പഴയ ഇന്റർവ്യൂവിന് കൊടുത്ത ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ കാണണം. പെണ്ണുങ്ങൾ എപ്പോഴും ആണുങ്ങളുടെ അടിയിലായിരിക്കണം, എപ്പോഴും ഒരു പടി താഴെയായിരിക്കണം. കുലസ്ത്രീന്റെ അങ്ങേറ്റസി ഒരാൾക്ക് കുലസ്ത്രീ ആകണോ ആകണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ട അവരാണ് എന്നുള്ളത് അറിയാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നു ഇതുപോലത്തെ ഒരു കുലം വർത്തമാനം പറയുമ്പോണ്ടല്ലോ, എങ്ങനെയല്ലേ നമുക്കത് മിണ്ടാതിരിക്കാൻ പറ്റുക? അപ്പോൾ അതാണ് ഒരു കാര്യമുള്ളത്. ഇനി ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ ഈ ശ്വേതാമേനോൻ നോക്കുകുത്തിനെ പോലെ ഇരിക്കുന്ന ഒരാളല്ല, ഒരു പ്രസിഡന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ നോക്കുകുത്തികളായതുകൊണ്ടാണ് ഇതുപോലെ അൻസിബയ്ക്ക് പുറത്ത് വന്ന് പറയേണ്ടി വന്നത്. അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും AMMA എന്ന് പറയുന്ന ഒരു സംഘടന, പലരും അമ്മ എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും നമുക്ക് അങ്ങനെയുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു പേര് ആ ഒരു സംഘടനയിൽ നമുക്ക് വിളിക്കാൻ തോന്നില്ല. കാരണം അത്രത്തോളം മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സംഘടനയിൽ നടക്കുന്നത്. അവരെന്തൊക്കെ നിലപാടുകളാണ് ഇതിനു മുമ്പ് എടുത്തതും ഒരു കേസിനെ പറ്റിയിട്ടൊക്കെ എടുത്തത് എന്നുള്ളത് ഞാൻ ആ കേസിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും പല കാര്യങ്ങളിലും അവരെടുത്ത നിലപാടുകളൊക്കെ നമുക്കറിയാലോ അല്ലേ. എന്തായാലും സംഘടനയിലെ ഈ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ മാറിയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ, ഒരു ലേഡീസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചില്ലേ ഓക്കെ ഇനി ഇത് നല്ല രീതിയിൽ പോകുന്നുള്ളത്. ഒരു കാര്യമില്ല. ഇവിടെയൊക്കെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് നടക്കുന്നത്. ഏതൊരു പിഞ്ചു കുട്ടികൾക്ക് വരെ മനസ്സിലായിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഈ രാഷ്ട്രീയത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഈ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ബിന്ദു കൃഷ്ണയുടെ ഒരു കിണ്ണം കാച്ചി ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അല്ലേ. അതായത് ബിരിയാണി കൊടുക്കാൻ എങ്ങനെയാണ് നമുക്ക് പറ്റുക, ചുരുങ്ങിയ ഒരു ഫണ്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ബിരിയാണി കൊടുക്കുക. എനിക്ക് ഇഷ്ടമാണ് ആ ബിർണാണി, കേശുവിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞൊരു പ്രസംഗം നിങ്ങളെല്ലാവരും ഓർത്ത് കാണും. ഞാൻ എന്തായാലും അതൊന്ന് വെക്കാം കേട്ടോ. ഈ ബിന്ദു കൃഷ്ണ ഉണ്ടല്ലോ, ആ ഒരു പ്രസംഗിച്ചതിന് ശേഷം നമ്മുടെ കേശു, OG കേശു വന്നിട്ട് തിരിച്ചൊരു മറുപടിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് കാണേണ്ടതാണ്, കാരണം ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അതായത് നമ്മുടെ ബിന്ദു കൃഷ്ണ തള്ളുമ്പോണ്ടല്ലോ ഒരൊറ്റ തള്ള. നമുക്ക് നോക്കാം. അംഗൻവാടി ജീവനക്കാർ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യം, ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ നിവർത്തിയില്ല. ഞങ്ങളിന്ന് ബിരിയാണി എങ്ങനെ കൊടുക്കും? കാരണം ഏറ്റവും പരിമിതമായ പൈസ കൊടുത്തിട്ട് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ മെനു അടക്കം എനിക്കിഷ്ടമാണ്. നമ്മുടെ ആ ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ വളാകോം ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. ഏത് രാധാമണി ചേച്ചി? അങ്ങനെ ഒരു ചേച്ചി ഉണ്ടോ? ബിന്ദു കൃഷ്ണയോടാണ് കേട്ടോ. ഈ രാധാമണി ചേച്ചി എന്ന് പറയുന്ന ആ ചേച്ചി ഉണ്ടോ അതോ അത് വെറും ഒരു രൂപമാണോ? നമ്മുടെ പണ്ട് ശോഭ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ ഒരു വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ അതിന്റെ നിഴലാണ് എന്ന് പറഞ്ഞ പോലെ വല്ല നിഴലോ അല്ലെങ്കിൽ ഒരു രൂപം മാത്രമാണോ? പക്ഷെ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ലായിരുന്നു, വെറുതെ ഒരു തള്ളു. ആദ്യം നമ്മൾ പത് കേട്ടു. ഇനിയിപ്പോ ശംഖു പറഞ്ഞതുകൂടി നമുക്കൊന്ന് കേൾക്കാം. തന്റെ മുത്തശ്ശിയുടെ പേര് പറഞ്ഞാൽ ശംഖു ഉണ്ടോ സഹിക്കുന്നു? ശംഖുവിന്റെ മറുപടി, പുതിയ മന്ത്രിയാല് പറഞ്ഞു ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുപോലാണ്, ഞാൻ രാമാമ ചേച്ചിയുടെ ഒന്നും കൊച്ചുപോലല്ല. എന്റെ അപ്പാമ്മ ഒരു ഓമന, എന്റെ അമ്മാവിടെ റീരാട്ടങ്കപ്പ. ഇത്രയുള്ളൂ കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടാന്നൊക്കെ പറയാലോ, അതുപോലത്തെ അവസ്ഥയാണ് ചില ആൾക്കാർക്കൊക്കെ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാ പോരെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. വെറുതെ ഒരു ഒറ്റ തള്ളിയിട്ട് എന്താ കിട്ടുന്നേ? ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പിന്നെ നിങ്ങളായിട്ട് അലക്കും, അപ്പോൾ നിങ്ങൾ എയറിൽ പോകും, അപ്പോൾ നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? എനിക്കറിയില്ല.
എന്തായാലും ഇത് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അത് കൊള്ളേണ്ടവർക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇത് ശംഖു വന്ന് ഇത് റെസ്പോണ്ട് ചെയ്ത സമയത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകരെ ഈ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഒരു മറുപടിയും കൂടി കേൾക്കണം കേട്ടോ. നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു മിനിസ്റ്ററാണ്. പറയണ എന്താന്ന് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞു. വേറെ വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കാം? വകുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും, ഇന്ന് ലോക ക്ഷീരദിനമാണ്. ക്ഷീരദിനത്തോടനുബന്ധിച്ച് വകുപ്പ് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആകാം, അല്ലെങ്കിൽ ഓക്കെ. വകുപ്പ് തലത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവസാനം ഉണ്ട് ഒരു വാക്കും കൂടി പറഞ്ഞിട്ട് കേട്ടോ. എല്ലാവർക്കും ക്ഷീരദിന ആശംസകൾ. നമ്മള് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മന്ത്രിയാണ് കേട്ടോ. ഇവിടെ നിങ്ങളോടൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും ജനങ്ങൾ. അത് നിങ്ങൾ ഇനിയിപ്പം നല്ല കാര്യം ചെയ്താലും ചീത്ത കാര്യങ്ങൾ ചെയ്താലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഈ വോട്ട് ചെയ്ത ജനങ്ങളോട് നിങ്ങൾ എന്താ പറയുക, തിരിഞ്ഞു നിന്ന് കൊഞ്ഞനും കുത്ത എന്ന കാര്യമാണല്ലോ ചെയ്തത് അല്ലേ? ഒരു മറുപടി, കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നാണ് നിങ്ങളും കൂടി നോക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും വേറൊരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട് കേട്ടോ. നമ്മുടെ VD സതീശൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് ന്യൂനപക്ഷ വർഗീയ വോട്ടുകളൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ VD സതീശൻ. പക്ഷേ VD സതീശൻ ജയിച്ച് അവർ UDF അധികാരത്തിലെത്തിയതിനു ശേഷം നമ്മുടെ ഒരുപാട് ആൾക്കാർ, അതായത് ബിന്ദു കൃഷ്ണയാവട്ടെ, VD സതീശനാവട്ടെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല, ഇവരൊക്കെ ഈ വെള്ളാപ്പള്ളീനെ പോലെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് കുനിഞ്ഞു നിന്നിട്ട് ഷോള് വാങ്ങിച്ച് അല്ലെങ്കിൽ തിരിച്ചു ഷോൾ എടുത്ത്, അത് വർഗീയതയല്ലേ മിസ്റ്റർ? നിങ്ങൾ പറയുന്നത് വേറെ, ചെയ്യുന്നത് വേറെ. എന്തായാലും നമുക്ക് അതിന്റെ ഒരു വീഡിയോയും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കൊമ്പൻ വന്ന് പറഞ്ഞാലും UDF എതിർക്കും. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് എല്ലാവരും ഒന്ന് പിടയ്ക്കണത്. അപ്പോഴും നമ്മൾ അനങ്ങില്ല, അപ്പോഴും നമ്മൾ വെള്ളം ചേർക്കില്ല. ഒട്ടും വെള്ളം ചേർത്തിട്ടുമില്ല, ഒട്ടും അനങ്ങിയിട്ടുമില്ല കേട്ടോ. ഏത് ഇവരൊക്കെ ഇല്ല, അനങ്ങിയിട്ടില്ലെന്നേ. നിങ്ങൾ ഈ കാണുന്നത് AI വീഡിയോസാണ്. ഏത് AI? ഇനി ചിലര് വരും നമ്മളെ പേടിപ്പിക്കാൻ. ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, ഞങ്ങൾ അങ്ങ് ശരിയാക്കിക്കളെ. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ. വർഗീയത ഈ ഒരു ആവേശം കാണുമ്പോഴാണ് നമ്മുടെ VD സതീശന്റെ, നിങ്ങൾ എന്തിനാണ് ഈ ഇലക്ഷൻ റിസൾട്ട് പറയണതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നിങ്ങൾ മാംഗ്ലൂർക്ക് പോയത്? ഒരു BJP നേതാവിനെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതെന്തിനാ? അതിന്റെ മറുപടി കിട്ടിയോ? ഓ, കിട്ടില്ല. കാരണം നമ്മുടെ CM പൂക്കിയാണല്ലോ. പൂക്കി CM ചിരിക്കുമല്ലോ. അത് മതിയല്ലോ നമ്മുടെ ജനങ്ങൾക്ക് മാറ്റമാണല്ലോ വേണ്ടത്. നല്ല മാറ്റം അല്ലേ? വർഗീയ വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ ജയിച്ച് അവർ ആദ്യം ചെയ്യുന്ന സംഭവങ്ങളിൽ ഒന്നാണ് ഇത്. വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന, ഞാൻ വെള്ളാപ്പള്ളി എന്ന് മാത്രം പറയില്ല കേട്ടോ, SNDP അങ്ങനെ അത് മാത്രം പറയില്ല കേട്ടോ. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പോരാടുന്ന, ഇപ്പം NSS പോലുള്ള സംഘടനയൊക്കെ ഞാൻ എന്തായാലും ഒരു വർഗീയത ആയിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിലല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുകയാണെങ്കിൽ. അതിപ്പോൾ NSS ആവണമെന്നില്ല, SNDP ആവണമെന്നില്ല, നമ്മുടെ മുസ്ലിം ലീഗുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാവണമെന്നില്ല, RSS ആവണമെന്നില്ല. ഇവരൊക്കെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി നന്നാവാൻ വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവരൊക്കെ ഒരു വർഗീയതയല്ലേ? മനുഷ്യരായിട്ട് കാണുന്നതിന് പകരം അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ട് കാണുന്നതെന്ന് പറയുന്നത് അത് ഒരു ജനാധിപത്യമായിട്ടുള്ളൊരു എന്താ പറയുക, നാട്ടിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾക്കാരൊക്കെ ഈ LDF സർക്കാരും കൂടി പിന്തുണച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് നമ്മുടെ LDF സർക്കാരിന് ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അപ്പോഴാണ് നമ്മുടെ UDF സർക്കാർ വന്നതിന് ശേഷം, അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ ഈ പണി ചെയ്യുന്നത്. എങ്ങനെ കൊള്ളാം എന്തായാലും. അതും എഗെയിൻ നമ്മുടെ പൂക്കി CM ആൾക്കാരെ നോക്കി ചിരി മാത്രം പോരാ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് കുറച്ചൊരു വാക്കും കൂടി പാലിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ സന്തോഷമായി തോന്നുന്നു അല്ലേ? അതായത് എന്തോരം മോഡിഫിക്കേഷൻ അനുമതിയാണ് നമ്മുടെ പൂക്കി CM ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ?
നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങളുടെ കാറിൽ നിങ്ങൾക്ക് സീറ്റ് കവർ ഇടാം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റിയറിംഗിൽ കവർ ഇടാം, അതുപോലെ തന്നെ ബാക്ക് ക്യാമറ വെക്കാം, അതുപോലത്തെ വലിയ 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 മോഡിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്നും പറയാനില്ല. എന്താ അല്ലേ ആ പാട്ട്, ആ ഒരു സീനൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരാൻ. സിയമ്മേ, നമ്മുടെ മോഡിഫിക്കേഷന്റെ കാര്യം എന്താ? ആ ഒരു റിയാക്ഷനൊക്കെ അല്ലേ എന്തായിരുന്നു? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു റീൽ എന്ന് പറയുന്നത് എനിക്ക് അത്ര തമാശയായിട്ട് തോന്നിയൊരു സംഭവമല്ല. ഞാൻ എന്തായാലും സൈഡിൽ വെക്കാം. ഓക്കെ, അതായത് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA വി മുരളീധരൻ ചെയ്യുന്നൊരു പരിപാടിയാണിത്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക ചർച്ചാ വിഷയം കൂടി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഈ നടക്കുന്നത്. അതായത് ഒരു സ്കൂളിൽ പോയിട്ട്, അതായത് ആ സ്കൂളിൽ റീഓപ്പണിംഗ് ഡേ ആണ്. അപ്പോൾ റീഓപ്പണിംഗ് ഡേയിൽ അന്ന് ഇവർ പോയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ചെറിയ കുട്ടികളാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കില്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ, ആ ചെറിയ മക്കളുടെ മുഖം ഒന്ന് നോക്കി, ആ ഒരു ഫേസ് നോക്കി. അവർ ശരിക്കും ആദ്യത്തെ ആ കുട്ടി ഒന്ന് കൈ ഇങ്ങനെ നീട്ടാൻ പോയി. അപ്പം ആ സമയത്ത് മനസ്സിലായി, ഇല്ല ഇതിങ്ങനെ കുടഞ്ഞിട്ട് തരാണ്. ഇതെന്ത് കുടഞ്ഞിടുന്നത്? എന്ത് കാക്കകളോ കുടഞ്ഞിട്ട് കൊടുക്കാൻ? പിഞ്ചു കുട്ടികളോട് വേണോ ഈ ഒരു വേർതിരിവ്? അല്ല, നിങ്ങളെടുത്തുനിന്ന്, അതായത് ഈ BJP RSSകാരുടെ അടുത്തൊന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ പണ്ടേ ഇങ്ങനെയാണ്, മനുഷ്യനെ മനുഷ്യനായി കാണണതിന് പകരം ജാതി വേർതിരിവ് പണ്ടേ ഉണ്ടല്ലോ. നോർത്തിലെ അവസ്ഥയൊക്കെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കല്ലോ അല്ലേ ഈ ജനങ്ങൾ. എൻ്റെ പൊന്നു ജനങ്ങളെ, നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഇതുപോലുള്ള ഐറ്റത്തിനൊക്കെ നിങ്ങൾ ചെയ്യിപ്പിച്ച് വിട്ടത് എന്ന് ആലോചിക്കുമ്പോൾ പഠിച്ചോളും. എന്തായാലും നിങ്ങൾ പഠിച്ചോളും. ഒരു സ്കൂളിൽ തുറക്കണ ദിവസം കുട്ടികളുടെ അടുത്ത് ചെയ്യുന്ന കാര്യമാണ്. ഒരു കുട്ടിക്ക് ഒരു മിഠായി എടുത്തിട്ട് കയ്യിൽ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കറിയാം, അതായത് ഇയാൾക്കറിയാം, നമ്മുടെ MLAക്ക് അറിയാം പട്ടികജാതി വർഗ കുട്ടികളാണ് എന്നുള്ളത്, SC ST കുട്ടികളാണ് എന്ന് അയാൾക്ക് നല്ല ബോധമുണ്ട്. ഞാൻ ഒരു കുട്ടീനെ ഞാൻ തരം താഴ്ത്തി പറയല്ല കേട്ടോ ഈ ഒരു ജാതി പറഞ്ഞിട്ട്. നമ്മൾ ഈ ജാതി വിവേചനം എന്നൊക്കെ കാണിക്കേണ്ട ഒരു സെഞ്ചുറിയിലാണോ ഇപ്പം നിൽക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ അല്ലേ. പക്ഷെ ഇവരിങ്ങനെ ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്യണ സമയത്ത് സൂപ്പർ, വാട്ട് എ മാൻ, എന്ത് രസമല്ലേ, എന്ത് രസമായിട്ടല്ലേ കുട്ടികളുടെ അടുത്ത് ഇടപഴകുന്നത് എന്ന് നോക്കിയിരിക്കുന്ന നമ്മുടെ മിനിസ്റ്ററായിട്ടുള്ള തുളസിയുണ്ട്. നിങ്ങൾക്കൊന്നും നാണമില്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് കുറച്ച് കൂടിപ്പോവും, കാരണം ഇത് കുട്ടികളോട് കാണിച്ച ഒരു വിവേചനമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രത്തോളം അഗ്രസീവായിട്ട് പറഞ്ഞത്. നമ്മൾ ജാതി നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്ന 5 പേരുണ്ടെങ്കിൽ 5 പേരെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് തോന്നിയത്. ഐ നെവർ ഫെൽറ്റ് ദാറ്റ് ദിസ് ഇസ് എ ഫണ്ണി വീഡിയോ. ഐ ഫെൽറ്റ് വെരി സാഡ്. കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ ജനങ്ങൾ ജയിപ്പിച്ച് വിട്ടിട്ട് അവർ തിരിച്ച് ജനങ്ങളോട് ചെയ്യുന്നതാണ്. എഗൈൻ കൊഞ്ഞനം കുത്താണല്ലോ ഇത് അല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു തമാശ വീഡിയോ ആണ്. ഭയങ്കര തമാശയാണ് കേട്ടോ. അതായത് നമ്മുടെ IPL ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. IPL കഴിഞ്ഞു, അതിൻ്റെ ആ ഒരു ചൂട് മാറുന്നതിന് മുമ്പാണ് നമ്മുടെ FIFA വേൾഡ് കപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഹൗസ് ദ ജോഷ് എന്നുള്ള രീതിയിലാണ് അല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഒരു കിടിലം ബാറ്റ്സ്മാനെ നമുക്ക് കിട്ടുന്നത്. അതായത് ഞാൻ പറയണത് വൈഭവ് സൂര്യവംശീൻ്റെ കാര്യമൊന്നുമല്ല കേട്ടോ. വൈഭവ് നമ്മുടെ സത്യം പറയാമല്ലോ IPL കഴിഞ്ഞ സമയത്ത് ഒരുപാട് ബാറ്റ്സ്മാൻ ബോളർമാൻ ഇവരൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ IPL തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അവരൊക്കെ കടത്തി വിട്ടുന്ന ഒരു കിടിലം ബാറ്റ്സ്മാനെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആരാന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നമ്മുടെ സ്വന്തം ജാൻമണി ചേച്ചി. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ചിരിച്ചു കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കട്ടെ എങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മാത്രമല്ല ഈ ഒരു വീഡിയോ എടുത്ത ആളുണ്ടല്ലോ അത് സമ്മതിക്കണം കേട്ടോ. നിങ്ങൾ ചിരിച്ചിട്ടും നിങ്ങൾക്കത് എടുക്കാൻ കാണിച്ച ആ ഒരു വീഡിയോ എടുക്കാൻ കാണിച്ച ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചേ പറ്റുള്ളൂ. ഞാനൊക്കെയാണ് ചിരിച്ച് താഴെ വീണിട്ടുണ്ടോ, കാരണം അമ്മാതിരി കളിയല്ലേ കളിക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ജാൻമണി എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഈ കോമഡി സംഭവങ്ങളൊക്കെ ചെയ്യും. സോ നമ്മുടെ ചില സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു ചിരി വരും അല്ലേ. സോ
അതുപോലെയാണ് എനിക്ക് ഈ ഒരു റീല് തോന്നിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ആൻഡ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ ബൈ.